മൻസൂർ അലി കാപ്പുങ്കൽ സാറ് നമ്മുടെ തൊഴിൽവേദിക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള കറണ്ട് അഫയേഴ്സിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 25 ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു മോക്ക് ടെസ്റ്റ് രൂപാന്തരം ഈ വീഡിയോയിലൂടെ എത്തിക്കാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഒരു എക്സാം എഴുതുന്ന സീരിയസ്നെസ്സോടുകൂടി തന്നെ ഈ ഒരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് സംസാരിച്ച സമയങ്ങളായത് ക്ലാസ്സിലേക്ക് തന്നെ കിടക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, നവജാത ശിശു പരിചരണ രംഗത്തെ പ്രധാന ചുവടുവയ്പായ നിയോ ക്രാഡിൽ പദ്ധതിക്ക് തുടക്കം കുറിച്ച ജില്ല ഏതാണ്? എന്താണ് ചോദ്യം? നവജാത ശിശു പരിചരണ രംഗത്തെ പ്രധാന ചുവടുവയ്പായിട്ടുള്ള നിയോ ക്രാഡിൽ പദ്ധതിക്ക് തുടക്കമിട്ട ജില്ല ഏതെന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. അപ്പോൾ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ശരി ഉത്തരം നിങ്ങളെ കൊണ്ട് എഴുതാനായിട്ട് കഴിഞ്ഞു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ഉത്തരത്തിലേക്ക് കിടക്കുകയാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, കോഴിക്കോട് കേട്ടോ. അപ്പോൾ നവജാത ശിശു പരിചരണ രംഗത്ത് പ്രധാന ചുവടുവയ്പായ നിയോ ക്രാഡിൽ പദ്ധതിക്ക് തുടക്കം കുറിച്ച ജില്ല ഏതാണ്? കോഴിക്കോടാണെന്ന് അറിഞ്ഞിരിക്കുക. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ലോക ഗെയിംസ് അത്ലറ്റ് ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ ഹോക്കി താരം ആരാണ്? എന്താണ് ചോദ്യം? ലോക ഗെയിംസിൻ്റെ അത്ലറ്റ് ഓഫ് ദ ഇയർ പുരസ്കാരത്തിനുള്ള പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ ഹോക്കി താരം ആരെന്നാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. ഓക്കെ, നിങ്ങൾക്ക് ശരി ഉത്തരം എഴുതാനായിട്ട് കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ കഴിയുന്ന ഒരു ഉത്തരം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? PR ശ്രീജേഷ് എന്നാണ്. ഓക്കെ, അപ്പോൾ ലോക ഗെയിംസിൻ്റെ അത്ലറ്റ് ഓഫ് ദ ഇയർ പുരസ്കാരത്തിനുള്ള പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ ഹോക്കി താരമാണ് ആര്? PR ശ്രീജേഷ്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. സംസ്ഥാന സർക്കാരിൻ്റെ 2022 ഹരിവരാസനം പുരസ്കാരം ലഭിച്ച ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ വ്യക്തി ആരാണ്? എന്താണ് ചോദ്യം? സംസ്ഥാന സർക്കാരിൻ്റെ 2022 ഹരിവരാസനം പുരസ്കാരം ലഭിച്ച ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ വ്യക്തി ആരെന്നാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ശരി ഉത്തരം നിങ്ങളെ കൊണ്ട് എഴുതാനായിട്ട് കഴിഞ്ഞു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് കടന്നാലോ? അദ്ദേഹത്തിൻ്റെ പേരാണ് ആലപ്പി രംഗനാഥ് കേട്ടോ. അപ്പോൾ ആലപ്പി രംഗനാഥാണ് സംസ്ഥാന സർക്കാരിൻ്റെ 2022 ഹരിവരാസനം പുരസ്കാരം ലഭിച്ച ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ വ്യക്തി ആരാണ്? ആലപ്പി രംഗനാഥാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ നമുക്കടുത്ത് 4ാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. സ്കൂൾ കുട്ടികൾക്കായിട്ട് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പ് ആരംഭിച്ച പദ്ധതി എന്താണ്? എന്താണ് ചോദ്യം? സ്കൂൾ കുട്ടികൾക്കായിട്ട് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പ് ആരംഭിച്ച പദ്ധതി എന്തെന്നാണ് നമ്മുടെ 4ാമത്തെ ചോദ്യം. ഓക്കെ, 4 പ്രോഗ്രാംസിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. പ്രോഗ്രാംസ് എല്ലാം വളരെ കുറച്ച് നമുക്ക് സീരിയസ് ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്ക് തന്നെയാണ് എന്താണ് ഈ ഒരു പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്കൂൾ കുട്ടികൾക്കായിട്ട് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ്? അപ്പോൾ ഉത്തരത്തിലേക്ക് കിടക്കുകയാണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, സുരക്ഷാരഥം എന്നാണ് കേട്ടോ. അപ്പോൾ സുരക്ഷാരഥം എന്ന് പറയുന്ന പ്രോഗ്രാമാണ് സ്കൂൾ കുട്ടികൾക്കായിട്ട് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സുരക്ഷാരഥം. ഓക്കെ, നമുക്കടുത്ത് 5ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഉപഗ്രഹ വിക്ഷേപണത്തിൽ ബഹിരാകാശത്തുണ്ടാകുന്ന മാലിന്യങ്ങൾ കുറയ്ക്കണമെന്ന ലക്ഷ്യമിട്ടുകൊണ്ട് തടി കൊണ്ട് ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? ചോദ്യം വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. ഉപഗ്രഹ വിക്ഷേപണത്തിൽ ബഹിരാകാശത്തുണ്ടാകുന്ന മാലിന്യങ്ങൾ കുറയ്ക്കുന്നത് ലക്ഷ്യമിട്ടുകൊണ്ട് തടി കൊണ്ട് ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനായിട്ട് തീരുമാനിച്ച രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, ജപ്പാനാണ് കേട്ടോ. അപ്പോൾ ജപ്പാനാണ് ബഹിരാകാശത്ത് മാലിന്യം കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തടി കൊണ്ട് ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനായിട്ട് തീരുമാനിച്ച രാജ്യമാണ് ജപ്പാൻ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, പുരാരേഖകളുടെ രാജ്യാന്തര നിലവാരത്തിലുള്ള പഠനം, ഗവേഷണം, സംരക്ഷണം എന്നിവ ലക്ഷ്യമിട്ട് സംസ്ഥാനത്ത് പുരാരേഖാ വകുപ്പും കേരള സർവകലാശാലയും സംയുക്തമായി ആരംഭിക്കുന്ന ഇൻ്റർനാഷണൽ ആർക്കൈവ്സ് ആൻഡ് ഹെറിറ്റേജ് സെൻറ്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? ചോദ്യം വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. പുരാരേഖകളുടെ രാജ്യാന്തര നിലവാരത്തിലുള്ള പഠനം, ഗവേഷണം, സംരക്ഷണം എന്നിവ ലക്ഷ്യമിട്ടുകൊണ്ട് സംസ്ഥാന പുരാരേഖാ വകുപ്പും കേരള സർവകലാശാലയും കൂടി സംയുക്തമായി ആരംഭിക്കുന്നതാണ് ഇൻ്റർനാഷണൽ ആർക്കൈവ്സ് ആൻഡ് ഹെറിറ്റേജ് സെൻറ്റർ. ഇത് നിലവിൽ വരുന്ന എവിടെയെന്നാണ് നമ്മുടെ ചോദ്യം. സിമ്പിളായിട്ട് നമുക്ക് പത്രത്തിലൂടെയൊക്കെ നമ്മൾ വായിച്ചറിഞ്ഞതാണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, കാര്യവട്ടത്താണ് കേട്ടോ. അപ്പോൾ കാര്യവട്ടത്താണ് പുരാരേഖകളുടെ രാജ്യാന്തര നിലവാരത്തിലുള്ള പഠനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കേരള സർവകലാശാലയും നമ്മുടെ സംസ്ഥാന പുരാരേഖാ വകുപ്പും കൂടി ആരംഭിക്കുന്ന എന്താണ് ഇൻ്റർനാഷണൽ ആർക്കൈവ്സ് ആൻഡ് ഹെറിറ്റേജ് സെൻറ്റർ നിലവിൽ വരുന്ന എവിടെയാണ്? കാര്യവട്ടത്താണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്കടുത്ത് 7ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റഗ്രേറ്റഡ് ടോയ് മാനുഫാക്ചറിംഗ് ക്ലസ്റ്റർ നിലവിൽ വരുന്ന കോപ്പൽ ഏത് സംസ്ഥാനത്താണ്? ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റഗ്രേറ്റഡ് ടോയ് മാനുഫാക്ചറിംഗ് ക്ലസ്റ്റർ നിലവിൽ വരുന്ന കോപ്പൽ ഏത് സംസ്ഥാനത്താണെന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അതെവിടെയാണത്?
കർണാടകയിലാണ് കേട്ടോ. ബാംഗ്ലൂർ കർണാടക കേന്ദ്രമാക്കിയിട്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റഗ്രേറ്റഡ് ടോയ് മാനുഫാക്ചറിങ് ക്ലസ്റ്റർ നിലവിൽ വരുന്ന ക്ലസ്റ്ററായിട്ടുള്ള കോപ്പൽ വരുന്ന എവിടെയാണ്? നമ്മുടെ കർണാടക ബാംഗ്ലൂരിലാണെന്ന് അറിഞ്ഞിരിക്കുക. എട്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. കേരളത്തിലെ ആദ്യത്തെ പാരാസെയിലിംഗ് പദ്ധതി ആരംഭിച്ച ബീച്ച് ഏതാണ്? എന്താണ് ചോദ്യം? കേരളത്തിലെ ആദ്യത്തെ പാരാസെയിലിംഗ് പദ്ധതി ആരംഭിച്ച ബീച്ച് ഏതെന്നാണ് നമ്മുടെ എട്ടാമത്തെ ചോദ്യം. ഓക്കെ, നിങ്ങളെ കൊണ്ട് ശരി ഉത്തരം എഴുതാനായിട്ട് കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, ഹവാ ബീച്ചാണ് കേട്ടോ. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ പാരാസെയിലിംഗ് പദ്ധതി ആരംഭിച്ച ബീച്ച് ഏതാണ്? ഹവാ ബീച്ചാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്കടുത്ത് ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ജനുവരിയിൽ ഇന്ത്യയിൽ ആദ്യമായി ഡ്രൈവർലെസ് മെട്രോ കാർ തദ്ദേശീയമായി നിർമ്മിച്ച കമ്പനി ഏതെന്നാണ് ചോദ്യം. എന്താണ് ചോദ്യം? 2021 ജനുവരിയിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡ്രൈവർലെസ് മെട്രോ കാർ തദ്ദേശീയമായി നിർമ്മിച്ചത് ആരെന്നാണ് നമ്മുടെ ഒൻപതാമത്തെ ചോദ്യം. ഓക്കെ, നമുക്ക് ഉത്തരത്തിലേക്ക് തന്നെ കിടക്കാം. ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, BEML ആണ് കേട്ടോ. എന്താണ് ഈ BEML എന്നറിയാമോ? ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് എന്നാണ്. ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? 2021 ജനുവരിയിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡ്രൈവർലെസ് മെട്രോ കാർ തദ്ദേശീയമായി നിർമ്മിച്ച ആരാണ്? BEML അല്ലെങ്കിൽ ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് ആണെന്ന് അറിഞ്ഞിരിക്കുക. ഈ ഭാരത് എർത്ത് മൂവേഴ്സ് എന്ത് കമ്പനിയാണെന്ന് അറിയാമോ? നമ്മുടെ റെയിൽ കോച്ചസ് ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ് എന്ത്? നമ്മുടെ ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഇത് വരുന്നത് 1969 കേട്ടോ. 1964 കേട്ടോ. 1964 നമ്മുടെ ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് വരുന്നത് 1964. ഇതൊരു റെയിൽ കോച്ച് നിർമ്മാണ കമ്പനിയാണെന്നും കൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്കടുത്ത് 10ാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. അടിയന്തര ഘട്ടങ്ങളിൽ യുദ്ധവിമാനങ്ങൾ ഇറക്കുന്നതിനും ടേക്ക് ഓഫ് ചെയ്യുന്നതിനും എക്സ്പ്രസ് വേകളിൽ 2 എയർ സ്ട്രിപ്പുകളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. എന്താണ് ചോദ്യം? അടിയന്തര ഘട്ടങ്ങളിൽ യുദ്ധവിമാനങ്ങൾ ഇറക്കുന്നതിനും ടേക്ക് ഓഫ് ചെയ്യുന്നതിനും എക്സ്പ്രസ് ഹൈവേകളിൽ എന്തുള്ളത്? 2 എയർ സ്ട്രിപ്പുകളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതെന്നാണ് നമ്മുടെ 10ാമത്തെ ചോദ്യം. ഓക്കെ, നിങ്ങളെ കൊണ്ട് ശരി ഉത്തരം എഴുതാനായിട്ട് കഴിഞ്ഞു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, ഉത്തർപ്രദേശാണ് കേട്ടോ. അപ്പോൾ ഉത്തർപ്രദേശിലാണ് അടിയന്തര ഘട്ടങ്ങളിൽ യുദ്ധവിമാനങ്ങൾ ഇറക്കുന്നതിനും ടേക്ക് ഓഫ് ചെയ്യുന്നതിനും ആവശ്യമായിട്ടുള്ള 2 എയർ സ്ട്രിപ്പുകളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണെന്ന് അറിഞ്ഞിരിക്കുക. 11ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. 2022 ജനുവരിയിൽ ഇന്ത്യ ഏത് രാജ്യത്തിനാണ് 10 ലക്ഷം ഡോസ് കോവിഡ് വാക്സിൻ നൽകുന്നത്? എന്താണ് ചോദ്യം? 2022 ജനുവരിയിൽ ഇന്ത്യ ഏത് രാജ്യത്തിനാണ് 10 ലക്ഷം ഡോസ് കോവിഡ് വാക്സിനേഷൻ നൽകുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. 11ാമത്തെ ചോദ്യം. ഓക്കെ, നിങ്ങൾക്ക് ശരി ഉത്തരം എഴുതാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, അഫ്ഗാനിസ്ഥാനിലാണ് കേട്ടോ. അപ്പോൾ അഫ്ഗാനിസ്ഥാനിലാണ് 2022 ജനുവരിയിൽ ഇന്ത്യ 10 ലക്ഷം ഡോസ് കോവിഡ് വാക്സിനേഷൻ നൽകാനായിട്ട് തീരുമാനിച്ച രാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാനാണെന്ന് അറിഞ്ഞിരിക്കുക. 12ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. 2022 ജനുവരിയിൽ കേരള പേപ്പർ പ്രോഡക്ട്സ് ലിമിറ്റഡ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണെന്നാണ് ചോദ്യം. എന്താണ് ചോദ്യം? 2022 ജനുവരിയിൽ കേരള പേപ്പർ പ്രോഡക്ട്സ് ലിമിറ്റഡ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയെന്നാണ് നമ്മുടെ 12ാമത്തെ ചോദ്യം. ഓക്കെ, നിങ്ങൾക്ക് ശരി ഉത്തരം എഴുതാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, വെള്ളൂരാണ് കേട്ടോ. അപ്പോൾ വെള്ളൂരാണ്, വെളുത്ത ഒരു നമ്മുടെ പേപ്പറൊക്കെ വെള്ള കളറല്ലേ, അപ്പോൾ അങ്ങനെ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ 2022 ജനുവരിയിൽ കേരള പേപ്പർ പ്രോഡക്റ്റ് ലിമിറ്റഡ് പ്രവർത്തനം ആരംഭിക്കുന്ന എവിടെയാണ്? വെള്ളൂരാണെന്ന് അറിഞ്ഞിരിക്കുക. 13ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. കേരള സർക്കാരിൻ്റെ മൂന്നാമത് ജലപുരസ്കാര പ്രഖ്യാപനത്തിൽ ദക്ഷിണേന്ത്യയിലെ മികച്ച ജില്ലയായിട്ട് തിരഞ്ഞെടുത്തത് ഏതെന്നാണ് ചോദ്യം. എന്താണ് ചോദ്യം? കേന്ദ്ര സർക്കാരിൻ്റെ മൂന്നാമത് ജലപുരസ്കാര പ്രഖ്യാപനത്തിൽ ദക്ഷിണേന്ത്യയിലെ മികച്ച ജില്ലയായി തിരഞ്ഞെടുത്തിട്ടുള്ളത് ഏതെന്നാണ് നമ്മുടെ 13ാമത്തെ ചോദ്യം. ഏതായിരിക്കും? നമ്മുടെ തിരുവനന്തപുരം തന്നെയാണ് കേട്ടോ. അപ്പോൾ തിരുവനന്തപുരത്തിനാണ് എന്ത് ചെയ്തിട്ടുള്ളത്? കേന്ദ്ര സർക്കാരിൻ്റെ മൂന്നാമത് ജലപുരസ്കാര പ്രഖ്യാപനത്തിൽ ദക്ഷിണേന്ത്യയിലെ മികച്ച ജില്ലയായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഏതാണ്? തിരുവനന്തപുരമാണെന്ന് അറിഞ്ഞിരിക്കുക. 14ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. അടുത്തിടെ ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൻ്റെ വൈസ് പ്രസിഡൻ്റായി നിയമിതനായ വ്യക്തി ആരെന്നാണ് ചോദ്യം. എന്താണ്? അടുത്തിടെ ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് നിയമിതനായ വ്യക്തി ആരെന്നാണ് നമ്മുടെ 14ാമത്തെ ചോദ്യം. ആരാണ്? അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അദ്ദേഹമാണ് ഊർജിത് പാട്ടേൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായിട്ടുണ്ടായിരുന്ന ഊർജിത് പാട്ടേലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അടുത്തിടെ ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് നിയമിതനായ വ്യക്തിയാണ് ഊർജിത് പാട്ടേൽ എന്ന് അറിഞ്ഞിരിക്കുക. 15ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ പോളിനേറ്റർ പാർക്ക് നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ പോളിനേറ്റർ പാർക്ക് നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? 15ാമത്തെ ചോദ്യം. ഓക്കെ, നിങ്ങളെ കൊണ്ട് ശരി ഉത്തരം എഴുതാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, ഉത്തരാഖണ്ഡാണ് കേട്ടോ. അപ്പോൾ ഉത്തരാഖണ്ഡിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പോളിനേറ്റർ പാർക്ക് നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണെന്ന് അറിഞ്ഞിരിക്കുക. 16ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 2021 സംസ്ഥാന ജലഗതാഗത വകുപ്പിന് കീഴിൽ രണ്ടാമത്തെ വാട്ടർ ടാക്സി നിലവിൽ വരുന്നത് എവിടെയാണ്? എന്താണ് ചോദ്യം? 2021 സംസ്ഥാന ജലഗതാഗത വകുപ്പിൻ്റെ കീഴിൽ രണ്ടാമത്തെ വാട്ടർ ടാക്സി സർവീസ് നിലവിൽ വരുന്നത് എവിടെയെന്നാണ് നമ്മുടെ 16ാമത്തെ ചോദ്യം. ഓക്കെ, നിങ്ങൾക്ക് ശരി ഉത്തരം എഴുതാനായിട്ട് കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, പറശ്ശിനിക്കടവാണ് കേട്ടോ. അപ്പോൾ പറശ്ശിനിക്കടവിലാണ് 2021 സംസ്ഥാന ജലഗതാഗത വകുപ്പിൻ്റെ കീഴിലെ രണ്ടാമത്തെ വാട്ടർ ടാക്സി സർവീസ് നിലവിൽ വരുന്ന എവിടെയാണ്? പറശ്ശിനിക്കടവാണെന്ന് ഓർത്തിരിക്കുക. 17ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ഇലക്ട്രിക് റോറോ സംവിധാനം നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ഇലക്ട്രിക് റോറോ സംവിധാനം നിലവിൽ വരുന്ന സംസ്ഥാനം ഏതെന്നാണ് 17ാമത്തെ ചോദ്യം. ശരി ഉത്തരം നിങ്ങളെ കൊണ്ട് മാർക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കേരളം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ഇലക്ട്രിക് റോറോ സംവിധാനം നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണെന്ന് അറിഞ്ഞിരിക്കുക. 18ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 2021 കേരള ബജറ്റിൽ പ്രഖ്യാപിച്ച ചരക്ക് സേവന നികുതി അപ്പീലേറ്റ് ട്രൈബ്യൂണൽ നിലവിൽ വരുന്നത് എവിടെയാണ്? എന്താണ് ചോദ്യം? 2021 കേരള ബജറ്റിൽ പ്രഖ്യാപിച്ച ചരക്ക് സേവന നികുതി അപ്പീലേറ്റ് ട്രൈബ്യൂണൽ നിലവിൽ വരുന്നത് എവിടെയെന്നാണ് നമ്മുടെ 18ാമത്തെ ചോദ്യം. നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ 2021 കേരള ബജറ്റിൽ പ്രഖ്യാപിച്ച ചരക്ക് സേവന നികുതി അപ്പീലേറ്റ് ട്രൈബ്യൂണൽ നിലവിൽ വരുന്നത് എവിടെയാണ്? നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയാണെന്ന് ഓർത്തിരിക്കുക. 19ാമത്തെ ചോദ്യം ടൂറിസം മേഖലയെ പരിപോഷിപ്പിക്കുന്നതിന് എക്കോ റിട്രീറ്റ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. എന്താണ്? ടൂറിസം മേഖലയെ പരിപോഷിപ്പിക്കുന്നതിന് എക്കോ റിട്രീറ്റ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാനം ഏതെന്നാണ് നമ്മുടെ 19ാമത്തെ ചോദ്യം. ഓക്കെ, നിങ്ങൾക്ക് ശരി ഉത്തരം എഴുതാനായിട്ട് കഴിഞ്ഞു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് കിടക്കാമല്ലോ. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ബി ഒഡീഷയാണ് കേട്ടോ. അപ്പോൾ ഒഡീഷയാണ് ടൂറിസം മേഖലയെ പരിപോഷിപ്പിക്കുന്നതിന് എക്കോ റിട്രീറ്റ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ച സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണെന്ന് ഓർത്തിരിക്കുക. 20ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. 2021 ഫെബ്രുവരിയിൽ അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് മുഖ്യമന്ത്രി രാജിവെച്ചതിനാൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ച കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ചോദ്യം ശ്രദ്ധിക്കുക. 2021 ഫെബ്രുവരിയിൽ അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് മുഖ്യമന്ത്രി രാജിവെച്ചതിനാൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ച കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? നമ്മുടെ 20ാമത്തെ ചോദ്യം. ഓക്കെ, നിങ്ങളെ കൊണ്ട് ശരി ഉത്തരം എഴുതാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, പുതുച്ചേരിയാണ് കേട്ടോ. അപ്പോൾ പുതുച്ചേരിയിലാണ് അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് മുഖ്യമന്ത്രി രാജിവെച്ച ശേഷം പ്രസിഡന്റ് ഭരണം അല്ലെങ്കിൽ പ്രസിഡന്റ് റൂൾ വരുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? പുതുച്ചേരിയാണെന്ന് അറിഞ്ഞിരിക്കുക. 21ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കിൽ പുതുതായി അംഗമായ 4ാമത്തെ രാജ്യം ഏതെന്നാണ് നമ്മുടെ 21ാമത്തെ ചോദ്യം. ഓക്കെ, നിങ്ങൾക്ക് ശരി ഉത്തരം എഴുതാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, ഈജിപ്റ്റാണ് കേട്ടോ. അപ്പോൾ ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ പുതിയ അംഗമായിട്ട് തിരഞ്ഞെടുത്ത വ്യക്തി ഏതാണ്? 21ാമത്തെ ചോദ്യം ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കിൽ പുതുതായി അംഗമായ 4ാമത്തെ രാജ്യം ഏതാണ്? അപ്പോൾ ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കിൽ പുതുതായിട്ട് അംഗമായ 4ാമത്തെ രാജ്യം ഏതാണ്? അത് നമ്മുടെ ഈജിപ്റ്റ് ആണെന്ന് അറിഞ്ഞിരിക്കുക. ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കിൽ പുതുതായി അംഗമായ 4ാമത്തെ രാജ്യമാണ് ഈജിപ്റ്റ് എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? അടുത്ത 22ാമത്തെ ചോദ്യം ഇന്ത്യയിൽ ആദ്യമായിട്ട് മൃഗങ്ങളിൽ COVID-19 വൈറസ് സ്ഥിരീകരിച്ച സ്ഥലം ഏതാണ്? എന്താണ് ചോദ്യം? ഇന്ത്യയിൽ ആദ്യമായിട്ട് മൃഗങ്ങളിൽ COVID-19 വൈറസ് സ്ഥിരീകരിച്ച സ്ഥലം ഏതാണ്? നമ്മുടെ 22ാമത്തെ ചോദ്യം. ഓക്കെ, ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, ഹൈദരാബാദാണ് കേട്ടോ. ഹൈദരാബാദിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് മൃഗങ്ങളിൽ COVID-19 രോഗം അല്ലെങ്കിൽ വൈറസ് സ്ഥിരീകരിച്ച സ്ഥലം ഏതാണ്? ഹൈദരാബാദാണെന്ന് അറിഞ്ഞിരിക്കുക. 23ാമത്തെ ചോദ്യം നബാർഡിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ ആദ്യത്തെ കാർഷിക വിപണന കേന്ദ്രമായ ഫാംശ്രീ അഗ്രോമാർട്ട് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? എന്താണ് ചോദ്യം? നബാർഡിൻ്റെ നേതൃത്വത്തിലെ സംസ്ഥാനത്തെ ആദ്യത്തെ കാർഷിക വിപണന കേന്ദ്രമായിട്ടുള്ള ഫാംശ്രീ അഗ്രോമാർട്ട് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയെന്നാണ് നമ്മുടെ 23ാമത്തെ ചോദ്യം. ഓക്കെ, നിങ്ങളെക്കൊണ്ട് ശരി ഉത്തരം എഴുതാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, കാക്കനാടാണ്. കാക്കനാടിലാണ് നബാർഡിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ ആദ്യത്തെ കാർഷിക വിപണന കേന്ദ്രമായിട്ടുള്ള ഫാംശ്രീ അഗ്രോമാർട്ട് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? കാക്കനാടാണെന്ന് അറിഞ്ഞിരിക്കുക. 24ാമത്തെ ചോദ്യം ഇന്ത്യയിൽ ആദ്യമായിട്ട് എയർ ടാക്സി സർവീസ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് എയർ ടാക്സി സംവിധാനം ആരംഭിച്ച സംസ്ഥാനം ഏതെന്നാണ് നമ്മുടെ 24ാമത്തെ ചോദ്യം. ഓക്കെ, ശരി ഉത്തരം നിങ്ങളെ കൊണ്ട് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, ഹരിയാനയാണ്. അപ്പോൾ ഹരിയാനയിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് എയർ ടാക്സി സർവീസ് വരുന്ന സംസ്ഥാനം ഏതാണ്? ഹരിയാനയാണെന്ന് അറിഞ്ഞിരിക്കുക. ഹരിയാനയിലാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ എയർ ടാക്സി സംവിധാനം വരുന്നത് എവിടെയാണ്? ഹരിയാനയിലാണ്. 25ാമത്തെ ചോദ്യം വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ കോറിഡോർ നിലവിൽ വരുന്ന ഇന്ത്യയിലെ ആദ്യ ഹൈവേ ഏതാണ്? ചോദ്യം ശ്രദ്ധിക്കുക. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ കോറിഡോർ നിലവിൽ വരുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഹൈവേ ഏതെന്നാണ് നമ്മുടെ 25ാമത്തെ ചോദ്യം. ഓക്കെ, നിങ്ങളെ കൊണ്ട് ശരി ഉത്തരം എഴുതാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, ഡൽഹി ഡെറാഡൂൺ എക്സ്പ്രസ് വേ ആണ് കേട്ടോ. അപ്പോൾ ഡൽഹി ഡെറാഡൂൺ എക്സ്പ്രസ് വേയിലാണ്
നമ്മുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ കോറിഡോർ നിലവിൽ വരുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഹൈവേ ഏതാണ്? ഡൽഹി ഡെറാഡൂൺ എക്സ്പ്രസ് വേ ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ കറണ്ട് അഫെയറിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 15-25 ചോദ്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഫലപ്രദമായിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിച്ച് കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ അതുകൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയും ക്ലാസ് നോട്ടിഫിക്കേഷനൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.